അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ആലമീൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സമാദരണീയനായ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ നമ്മളെന്നും ആദരവോടെയും ബഹുമാനത്തോടെയും അതിലുപരി ഏറെ പ്രതീക്ഷയോടെയും നമ്മൾ ഓർക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി നിർവഹിക്കുന്ന പ്രിയങ്കരനായ KMCC സൗദി നാഷണൽ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, മക്ക KMCCയുടെ പ്രിയങ്കരനായ നേതാവ് ബഹുമാന്യനായ കുഞ്ഞുമോൻ സാഹിബ്, മക്ക KMCCയുടെ പ്രിയങ്കരനായ കാര്യദർശി മുജീബ് സാഹിബ് പൂക്കുട്ടൂർ, KMCC സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രിയങ്കരായ നേതാക്കൾ അഹമ്മദ് സാഹിബ് പളയാട്ട്, നിസാം മമ്പാട്, നാസർ സാഹിബ് വെളിയങ്കോട്, ഹാരിസ് കല്ലായി, നാസർ ഇടവണ്ണക്കാട്, അബൂബക്കർ സാഹിബ് അരിമ്പ്ര, നാട്ടിൽ നിന്ന് ബഹുമാന്യനായ തങ്ങളോടൊപ്പം എത്തിയ പ്രിയങ്കരനായ കൊണ്ടോട്ടി മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നസീം സാഹിബ് പുളിക്കൽ, പ്രിയങ്കരനായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ PS പ്രിയപ്പെട്ട ഷഫീഖ്, സമാദരണീയരായ നേതാക്കളെ, ഒരുപക്ഷെ ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർക്കൊപ്പം സമാദരണീയനായ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒത്തുചേരാൻ ഒരവസരം കിട്ടിയതിൽ സർവശക്തനായ നാഥനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, മക്കയെ പോലുള്ള ഈയൊരു മണലാരണ്യത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരിടത്ത് ഒന്നിച്ചു ചേരാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് അള്ളാഹുവിൻ്റെ അതിഥികളെ എല്ലാ വർഷവും അവർക്ക് വേണ്ട സർവ്വവിധത്തിലുള്ള സേവനവും സമർപ്പിക്കാൻ ഭാഗ്യം തുണച്ച നമുക്ക് ഇന്ന് നമ്മുടെ തന്നെ അനിശ്ചിതനായ അമരക്കാരൻക്കൊപ്പം ഒരല്പനിമിഷം പങ്കിടാൻ സാധിച്ചത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, കാരുണ്യമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ചൊരു ഭാഷണത്തിലേക്ക് പോകുന്നില്ല. ബഹുമാന്യനായ തങ്ങളാണ് മുന്നിലിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വിറയൽ അനുഭവപ്പെടും. അദ്ദേഹത്തിൻ്റെ വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനിടയിലാണ് ഈ ഒരു പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നത്. തങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടിയാണ് നമ്മൾ കാതോർത്ത് നിൽക്കുന്നത്. ബഹുമാന്യനായ തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ആദരണീയമായ അധ്യക്ഷ പദവിയിലേക്ക് വന്നു. നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ യശസ് ഉയർത്തിക്കൊണ്ട് ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ ഭരണം തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ മുന്നണി ഭരിക്കുന്നൊരു കാലം. ആ മഹത്തായ ഒരു അവസരത്തിലാണ് ബഹുമാന്യനായ തങ്ങൾ നമുക്ക് മുന്നിൽ വളരെ അവിചാരിതമായി കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഒക്കെ ആഗ്രഹങ്ങൾക്കും നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് പ്രവാസി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ എല്ലാ കാലങ്ങളിലും ശക്തമായി നിലകൊള്ളുകയും പ്രവാസി വിഷയങ്ങളിൽ ഏതൊരു സർക്കാരിനോടും മുഖം നോക്കാതെ കൃത്യമായി ഇടപെടലുകൾ നടത്താൻ പറയുകയും ചെയ്ത ബഹുമാന്യനായ തങ്ങൾ ഇന്ന് നമ്മുടെ ഭരണകൂടത്തോടും UDFൻ്റെ ഭരണകൂടത്തോടും അല്പം മുമ്പ് പത്രക്കാരോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്, പ്രവാസികളുടെ വിഷയങ്ങളിൽ മുഖം നോക്കാതെ അവരുടെ പ്രതിസന്ധികളിൽ അവരോടൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗ് എന്നും ശക്തമായി രംഗത്തുണ്ടാകും
എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ അഭിമാനം തോന്നി, ഏറെ അഭിമാനം തോന്നി. പത്രക്കാരുടെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് പ്രവാസി സമൂഹം അത് മുസ്ലിം ലീഗ് എക്കാലത്തും ചേർത്ത് പിടിച്ചൊരു സമൂഹമാണ് എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ആ അഭിമാന നിമിഷങ്ങളിൽ നമുക്ക് പങ്കാളിയാകാൻ സാധിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ ഹാജിമാരെ സേവിച്ച ബഹുമാന്യരായ നമ്മുടെ വോളണ്ടിയർമാർ, നമുക്കറിയാം കഴിഞ്ഞ 2024 കോവിഡിന് ശേഷം 2024 നമുക്ക് കുറേ വോളണ്ടിയേഴ്സിനെ, ഒരു 3000-ലധികം വോളണ്ടിയേഴ്സിനെ അണിനിരത്തിക്കൊണ്ട് നമുക്ക് കർമ്മവീതിയിൽ അണിനിരക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ 2025 അത് വീണ്ടും കർശനമായി 2026 അല്പം ഒരു ഇളവ് ലഭിച്ചെങ്കിലും നമുക്കൊരു പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ വളണ്ടിയർമാരെ സൗദി KMCC ഹജ്ജ് സെല്ലിൻ്റെ കീഴിലുള്ള വളണ്ടിയർമാരോട് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മക്ക KMCC നടത്തിയ ആ അഭൂതപൂർവമായ വളണ്ടിയർ സേവനം ഇന്ന് ലോക മുസ്ലിം രാജ്യങ്ങളിൽ എവിടെയൊക്കെ മുസ്ലിം സഹോദരങ്ങളുണ്ടോ, ആരൊക്കെ ഹജ്ജിനെത്തിയിട്ടുണ്ടോ, അവരൊക്കെ നിങ്ങൾ നൽകിയ കഞ്ഞി, നിങ്ങൾ നൽകിയ സേവനം, നിങ്ങൾ നൽകിയ വീൽ ചെയർ, അങ്ങനെ ഒരുപാട് സ്മൃതികൾ അയവിറക്കിക്കൊണ്ട് പറയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഭൂമുഖത്തെ ഏറ്റവും വലിയ ഒരു അമൂല്യമായ ഒരു നഗരത്തിലാണ് നിങ്ങളിവിടെ അധിവസിക്കുന്നത്. നിങ്ങളുടെ ഓരോ നിമിഷവും ഒരുപക്ഷെ എത്രമാത്രം മൂല്യമുണ്ട് എന്ന് ആർക്കും വിലമതിക്കാനാവില്ല. അങ്ങനെയുള്ള ആ ഒരു ഒത്തുചേരലിൽ, ആ ഒരു ചേർത്തുപിടിക്കലിൽ നിങ്ങൾ ശക്തമായി പാർട്ടിയോടൊപ്പം, സംഘടനയോടൊപ്പം, KMCCയോടൊപ്പം അണിനിരന്നുകൊണ്ട് നമ്മുടെ യശസ്സുയർത്താൻ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ യശസ്സുയർത്താൻ വാനോളം നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യനായ കുഞ്ഞുമോൻ സാഹിബ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ നായകത്വത്തിൽ നടക്കുന്ന ആ അവിസ്മരണീയമായ വളണ്ടിയർ സേവനം ഒരുപാട് നമുക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയിലാണ് നമുക്കത് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുസ്ലിം KMCCയുടെ കാര്യദർശി മുജീബ് പൂക്കോട്ടൂർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ, അങ്ങനെ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ പലരെയും വിട്ടുപോകുമോ എന്ന് ഭയമുണ്ട്. ജിദ്ദ KMCCയുടെ പ്രിയങ്കരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ എയർപോർട്ടിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ, സൗദി KMCC ഹജ്ജ് സെല്ലിൻ്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് പാളയാട്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ അവിടെയുള്ളവരെ സ്വീകരിക്കാനും മദീനയിൽ KMCCയുടെ വളണ്ടിയർമാരെ സ്വീകരിക്കാനും ഒക്കെയുള്ള ആ ആവേശം നമ്മുടെ ബഹുമാന്യനായ തങ്ങൾ നമുക്ക് നൽകിയ അവകാശത്തിൻ്റെ ഭാഗമാണ്, നമുക്ക് നൽകിയ നിർദ്ദേശത്തിൻ്റെയും ഉപദേശങ്ങളുടെയും ഭാഗമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ നിങ്ങൾക്കൊക്കെ ഒരു ഉപഹാരം സമ്മാനിക്കാൻ ബഹുമാന്യനായ തങ്ങൾ തന്നെ നേരിട്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് സർവശക്തനായ നാഥൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ബഹുമാന്യനായ തങ്ങളെ ഇരുത്തി കൂടുതൽ പറഞ്ഞു പോയോ എന്നൊരു പേടിയുണ്ട്. എന്നാലും ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.